ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നിസ്മ. JHPSCയിൽ 5th റാങ്കും PHPSCയിൽ 4th റാങ്കുമാണ് ഞാൻ നേടിയത്. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് ഇങ്ങനൊരു വിജയം ലഭിച്ചതിൽ. കാരണം PSC എന്നത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ആദ്യത്തെ റാങ്കുകൾ നേടാൻ കഴിഞ്ഞു എന്നത് വളരെയധികം സന്തോഷമുള്ളതാണ്. ഇതിനെല്ലാം എനിക്ക് സപ്പോർട്ടും സ്ട്രെങ്ത്തും എല്ലാം നൽകിയത് ജെനിത്ത് അക്കാഡമിയാണ്. പിന്നെ ജെനിത്ത് അക്കാഡമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലുള്ള ടീച്ചേഴ്സ് ആവട്ടെ, ക്ലാസ് നോട്ട്സ്, അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസും എക്സാംസും ഒക്കെ നമുക്ക് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. എക്സാംസിൽ തന്നെ നമുക്കറിയാം, വീക്ക്ലി ടെസ്റ്റ് ആയിട്ടും മന്ത്ലി ടെസ്റ്റ് ആയിട്ടും മോക്ക് ടെസ്റ്റ് ആയിട്ടും അങ്ങനെ പലതും നമുക്ക് നമ്മളുടെ റിസൾട്ടിന് വേണ്ടിയുള്ള എഫക്റ്റീവ് ആയിട്ട് യൂസ്ഫുള്ളാണ് ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സസും നോട്ട്സും ഒക്കെ എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല അടിപൊളി ടീച്ചേഴ്സാണ്. കാരണം എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഡീപ്ലി ക്ലാസ്സസൊക്കെ എടുത്ത്, അതേപോലെ നമുക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലാസ്സിൽ തന്നെ ക്ലിയറൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഡോക്ടർ അലമീൻ സാറാവട്ടെ, ഡോക്ടർ കൃപ മേഡം ആവട്ടെ, അഷ്റഫ് സാറാവട്ടെ, എല്ലാവരും നല്ല അടിപൊളി ക്ലാസ്സസും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ആ ഒരു ക്ലാസ്സസിൻ്റെയൊക്കെ റിസൾട്ട് തന്നെയാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ ഈ റാങ്കുകൾ എന്ന് പറയാം. പിന്നെ ഞാൻ ഓൺലൈൻ ബാച്ച് ആയിരുന്നു. അപ്പോൾ ഓഫ്ലൈൻ അല്ലാതെ ഓൺലൈൻ ബാച്ച് എത്രമാത്രം എഫക്റ്റ് ആവും എന്നുള്ള ഒരു ഡൗട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഫസ്റ്റത്തെ PSCയിൽ എനിക്ക് ആ ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രഗ്നൻസി ടൈമിൻ്റെ ഫസ്റ്റ് 3 months ആയിരുന്നു. അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ അത്ര പോസിബിൾ അല്ലായിരുന്നു. പക്ഷേ ഓൺലൈനിലായതുകൊണ്ട് എനിക്ക് വളരെയധികം എഫക്റ്റാണ് തോന്നിയത്. കാരണം ചില ക്ലാസ്സിലൊക്കെ എനിക്ക് പെട്ടെന്ന് കയറാൻ കഴിയാത്ത അവസ്ഥയൊക്കെ വരാം. ചിലപ്പോൾ വോമിറ്റിങ്ങും ഇതൊക്കെ ആയിട്ട് ചിലപ്പം ചിലത് സ്കിപ്പ് ചെയ്യാം, ചിലത് ശ്രദ്ധിക്കാതെ വരാം. പക്ഷേ അതൊക്കെ പിന്നെയും അവർ റെക്കോർഡഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് കേട്ടുകാണ്ട് ക്ലാസ് നോട്ട്സൊക്കെ എഴുതിയെടുക്കാനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അതേപോലെ പിന്നെ ഈ ഒരു PSCയിലാവട്ടെ ഇൻ്റർവ്യൂ അത് ആദ്യമായിട്ട് ചെയ്യാണ്. ഇൻ്റർവ്യൂ ഒരു അറ്റൻഡ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ വളരെയധികം പേടിയുണ്ടായിരുന്നു, എങ്ങനെയാണ് ചെയ്യാനൊക്കെ ഉള്ളത്. പക്ഷെ അതിനുള്ളൊക്കെ ഒരു കോൺഫിഡൻറ്റും അതേപോലെ എന്തൊക്കെ നോക്കി പോകണം എന്നുള്ള മെറ്റീരിയൽസും എല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നു ജെനിത്ത് അക്കാഡമി. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ കിട്ടിയ റാങ്കും എന്ന് പറയുന്നത്. കാരണം ഞാൻ ഒരിക്കലും മറ്റേ ഇതിൽ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ എഫക്റ്റ് തന്നെയാണ് 5th റാങ്ക് എന്നുള്ളത്. പക്ഷേ ഇതിൽ ഞാൻ അധികം എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിലും പക്ഷേ ആദ്യം എടുത്ത എഫേർട്ടിൻ്റെ റിസൾട്ട് തന്നെയാണ് ഇതിലും കണ്ടത്. കാരണം അന്നത്തെ ക്ലാസ്സും നോട്ട്സൊക്കെ എത്രമാത്രം എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ക്ലാസ്സൊക്കെ നന്നായി നന്നായി ഉപയോഗിച്ച് അടുത്ത റിസൾട്ട് വരുമ്പോൾ നിങ്ങളും ആദ്യത്തെ റാങ്കിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇനിയുള്ള അടുത്ത PSCയിൽ നിങ്ങളും ആദ്യത്തെ റാങ്കുകളിൽ തന്നെ പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.